ഹലോ ഹായ്. അപ്പം നിങ്ങൾ ചെറുക്ക് ജംഷി അങ്ങോട്ടാണ് ഈ കവറും തൂക്കി പായണില്ല മക്കളെ വെയിലിൻ്റെ ചൂട് കൊണ്ട് ഓടിട്ട് എൻ്റെ ചേച്ചിൻ്റെ വീട്ടിലേക്കാണെങ്കിൽ സദ്യക്കാൻ വിഷയമല്ലേ. അങ്ങനെ നമ്മളവിടെ എത്തി. അവിടെ എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടെന്നുള്ളത് തുറന്നു നോക്കണം. അവിടെ പോലെ നമ്മൾ കൈയും കാലം അടങ്ങിയിരിക്കില്ല, അവിടെ പോലെ ഒന്നുമല്ല, അവിടെ പോലെ നമ്മൾ കൈയും കാലം അടങ്ങിയിരിക്കില്ല കേട്ടാ. ഞാൻ അവരെ വീട്ടിലത്തെ ഒരു ഗസ്റ്റ് അല്ല സത്യം പറഞ്ഞാൽ, അവർ വീട്ടിലത്തെ അങ്ങനത്തെ പോലെ ഒരു കാണാം. അതിൻ്റെ ഇടവേളിനൊരു ജംഷിയായി എനിക്കൊരു ചിക്കൻ ഫ്രൈ ചെയ്യണ വീഡിയോ ഒന്നും എടുത്താട്ടിടിക്കുന്നത് നമ്മൾ പിന്നെ സങ്കടപ്പെടുത്താൻ പാടില്ല. അങ്ങനെ ആ വീഡിയോ അവൾക്ക് കൊടുത്തെടുത്ത് അതൊക്കെ കഴിഞ്ഞിട്ടിതാ പപ്പടം പൊരിക്കാൻ ഞാൻ നല്ല എക്സ്പേർട്ടാണ് കേട്ടോ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, പപ്പടം പൊന്തൂലിടും അതെന്താന്ന് ഇന്ന് വരെ എനിക്കറിയില്ല കേട്ടോ. ആരെങ്കിലും ഇറങ്ങിസാറിനെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതൊക്കെ കഴിഞ്ഞിട്ട് ഇലക്കെട്ട് സദ്യയൊക്കെ വിളമ്പി ഓരോരോ വിഭവങ്ങളായിട്ട് വിളമ്പിയിട്ട് കുട്ടികളെല്ലാവരും കൂടി ഇരുന്നിക്കണ്. മിലു നല്ല തട്ടലിട്ട് കേട്ടാ. എന്താ വെച്ചാൽ മിലുവിൻ്റെ മോനല്ലേ തട്ടായിരിക്കും. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഞാനും ചോറ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം മെയിൻ ഇതാണ് കേട്ടാ. കുറച്ച് ചോറ് കഴിച്ചിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പപ്പടം പായസം കഴിക്കാനുള്ളതാണ്. അതുകൊണ്ട് ആ ചോറാണ്ട് കുറച്ചങ്ങാണ്ട് പപ്പടം പായസം കൂട്ടി നല്ല അടിപൊളി ഇട്ടാ. ഇത്രയും കാലത്തിന് എടുക്കും ഇങ്ങനത്തെ ഒരു നല്ല സദ്യ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടാ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്നേഹത്തോടെ വിളമ്പി തന്നല്ല, അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആവുമല്ലോ അല്ലേ. അത് നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർ. അങ്ങനെ ഞാൻ ചേച്ചി മൂന്നാമത്തെ പപ്പടം തന്ന് കുറച്ച് പായസം വെച്ചിങ്ങോട്ടൊക്കെ ലാസ്റ്റ് മയറാണെന്ന് പറഞ്ഞപ്പോൾ തള്ളൽ കൂടിയിട്ട് ലാസ്റ്റ് ചേച്ചി എന്നോടൊക്കെ ജംഷിയാൻ്റെ തള്ളലൊന്ന് നിർത്തുമോ, എന്താ ചെയ്യുക, നമ്മളെ പഠിച്ച പാട്ട് നമ്മൾ മറക്കുമോ ഇല്ല. അത് എവിടെ പോലും അങ്ങനെ തന്നെ പറയിപ്പിക്കല നമ്മളൊരു ഹോബിയാണല്ലോ. അതൊക്കെ അതിൻ്റെ വൈക്ക് പോട്ടെ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല ഞാൻ ചോദിക്കട്ടെ, പായസം നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, ആരാ ഉണ്ടാക്കിയത്? അപ്പോൾ തന്നെ ചേച്ചി പറയും എൻ്റെ അച്ഛൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ രഞ്ജേട്ടാ താങ്ക്സ് ഇട്ട് അടിപൊളി പായസം ഉണ്ടാക്കി തന്നതിന്. ഈ വീഡിയോ ഒക്കെ കണ്ട് ഇനി വരണ ഓണത്തിന് വിഷുവിന് ഇനി അവർ വിളിക്കുമെന്നാണ് എൻ്റെ ഡൗട്ട്. എന്തായാലും വിളിക്കട്ടെ, അതാ എൻ്റെ പ്രാർത്ഥന. അങ്ങനെ ആ പായസവും പപ്പടമൊക്കെ കഴിച്ച് ലാസ്റ്റ് വയറ് ഫുള്ളായിട്ട് എണീക്കാൻ വയ്യോടോ. ഫുഡ് അവരിതാണെങ്കിലും വയറിൻ്റെതാണല്ലോ, അത് ഞാൻ മറന്നു. അങ്ങനെ ലാസ്റ്റ് ഞാൻ ചിരിക്കണ്ടപ്പോൾ ജംഷി എന്തെങ്കിലും ചിരിക്കണില്ലേ. ജംഷിയ രാത്രിക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ രാത്രിത്തെ ഫുഡും കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചതാട്ടോ. അതിൻ്റെ ആക്രാന്തം കണ്ടിട്ട് ഒരു പറഞ്ഞതാവും തിന്നൽ കണ്ടിട്ടാവും. എൻ്റെ ചേച്ചിനോട് പറഞ്ഞു രാത്രിക്കത്തെ ചോറും കൂടി കഴിച്ചിട്ട് പോവാൻ ജംഷിയത്. അതുകൊണ്ട് എത്ര ലേറ്റ് ആയാലും ഞാൻ എന്നെ കൊണ്ടാക്കി തരേണ്ടത് എന്ന് പറഞ്ഞു. എൻ്റെ ചേച്ചി